നമ്മളിലേവർക്കും പലർക്കും ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് തലവേദന. ഈ തലവേദന പല കാരണങ്ങളും കൊണ്ടുവരാം അല്ലേ? നമ്മൾ ഒരു നേരം ഭക്ഷണം നേരെ കഴിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ തലേദിവസം ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചില സ്മെല്ലടിച്ചാലും മതി അല്ലേ? അപ്പോൾ ഈ തലവേദന തന്നെ പല രീതിയിലുണ്ട്. ക്ലസ്റ്റർ ഹെഡേക്ക് ഉണ്ട്, മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ട്, അല്ലെങ്കിൽ പല തരത്തിൽ ഇത് അനുഭവപ്പെടാം. സ്റ്റിച്ചിങ് ആയിട്ടുള്ള രീതിയിൽ, ത്രോബിങ് ആയിട്ടുള്ള രീതിയിൽ, ഹെവിനെസ് എന്നുള്ള രീതിക്ക്, അങ്ങനെ പല കാറ്റഗറിയൊക്കെ ഉണ്ട്. നമ്മൾ മൈഗ്രെയിൻ എന്നുള്ള രീതിക്ക് നമുക്ക് വരാവുന്ന തലവേദന അതെന്തുകൊണ്ട് വരാം, അതിൻ്റെ പരിഹാരം എന്താണ്, ഭൂമിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ജനറലായിട്ട് നോക്കാം. അപ്പോൾ അത് തന്നെ ഈ മൈഗ്രെയിൻ ഹെഡേക്ക് യൂഷ്വലി നമുക്ക് വരുന്നത് വൺ സൈഡ് ആയിട്ടുള്ള ഒരു തലവേദനയാണ് യൂഷ്വലി. ഓക്കെ, ചില ആൾക്കാർ ഒറ്റ സൈഡിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ത്രോബിങ് ആയിട്ടുള്ള രീതി ശക്തമായിട്ടുള്ള തലവേദന വരാം, അല്ലെങ്കിൽ രണ്ട് സൈഡിലും അപൂർവമായിട്ട് ഇത് വരാറുണ്ട്. ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇത് വരുന്നുണ്ട് എന്ന് പല ആൾക്കാർക്കും അറിയാൻ പറ്റും. കാരണം ചിലപ്പോൾ ഒരു കഴുത്തിന് വരുന്ന ഒരു നെക്കിന് സ്റ്റിഫ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോഡി പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ കണ്ണിന് വരുന്ന ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, അക്കമലേഷൻ കറക്റ്റ് ആകുമ്പോൾ കണ്ണ് ക്ലിയർ ആവുന്നില്ല, പച്ച നിറം വരുന്നു, അതുപോലത്തെ ഇഷ്യൂസ് ഒരു പക്ഷേ അനുഭവപ്പെടാം. കാരണം ഇത് തന്നെ ഓരോ അറ്റാക്ക് വരുന്ന എപ്പിസോഡിന് മുമ്പായിട്ട് നമുക്ക് അനുഭവപ്പെടാം. ഓരോരുത്തരിലും ഇത് വെളിയിലോട്ട് കാണിക്കുന്ന ഓരോ രീതിയിലാണ്. ഓക്കെ, അതിനനുസരിച്ചാണ് ഹോമിയോയുടെ മെഡിസിൻ്റെ സെലക്ഷന് കാര്യങ്ങളെല്ലാം വരുന്നത്. ഞാൻ ജസ്റ്റ് അതിനകത്ത് ഒരു ഇൻഡിവിജ്വൽ കോൺസെപ്റ്റ് എന്നുള്ള രീതിക്ക് പറഞ്ഞു തരുന്നു. പക്ഷേ ഈ തലവേദന വരുമ്പം പല ആൾക്കാരും കോമൺ ആയിട്ട് കാണുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈറ്റിനോട് നമുക്ക് സെൻസിറ്റിവിറ്റി വരുന്നു, അല്ലെങ്കിൽ സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ കൂടുതലായിട്ട് വരുന്നു. ഓൾറെഡി തലവേദന ഉണ്ടെങ്കിൽ യൂഷ്വലി ഇങ്ങനെയൊക്കെ വരാം. അത് കൂടാതെ നമുക്ക് ഒരുപക്ഷെ കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വരാം, ശ്രദ്ധ വരാം, പെയിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമുക്കത് പല രീതിയിൽ നമുക്കത് അനുഭവപ്പെടാം. ഇനി ഇതിനൊക്കെ ഓരോ ട്രിഗറിങ് ഫാക്ടറുണ്ട്. എല്ലാവർക്കും ഒരുപോലല്ല. ചില ആൾക്കാർക്ക് ചില സ്മെല്ല് അടിച്ച് കഴിയുമ്പോൾ പെട്ടെന്നൊക്കെ വരാം. ഓക്കെ, കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അനുഭവപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര പോകുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ പുതിയ ഒരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് അതെങ്കിൽ കൃത്യം മേടിച്ചോല്ല അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഈ പാർട്ടി വല്ലതും നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൈക്ക് സെറ്റ് വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പെട്ടെന്ന് കേൾക്കുമ്പോൾ സ്റ്റാർട്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യാത്ര പോകുന്ന സമയത്താണ് കാറ്റ് അടിക്കുന്നതൊക്കെയാണ് അതായത്. അപ്പോൾ എന്താ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ എളുപ്പമാണ്. എല്ലാവർക്കും ഒരുപോലല്ല, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രിഗേഴ്സ് വരാവുന്ന കാരണങ്ങളും സാഹചര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിന് പല കാരണങ്ങൾ പറയുന്നു തലവേദന വരാനായിട്ട്. നമുക്കറിയാം ട്രിഗർ പോയിന്റുകൾ നമുക്കിപ്പോൾ മനസ്സിലായി എന്താണെന്നുള്ളത്. അത് കൂടാതെ നമുക്ക് ചില പർട്ടിക്കുലർ ആയിട്ടുള്ള കാരണങ്ങൾ സയൻറ്റിഫിക് ആയിട്ട് പറയുന്ന ചില കാരണങ്ങൾ, അതായത് ഇവിടെ നേർവുണ്ട്, ട്രൈജമൽ നേർവ് എന്ന് പറയും. ഈ ഭാഗത്തേക്ക് ഒരു സപ്ലൈ ചെയ്യുന്ന നേർവാണ്. അപ്പോൾ ഈ ട്രൈജമൽ നേർവിൽ വരുന്ന ഇറിറ്റേഷൻ കൊണ്ട് നമുക്ക് ഇതുപോലത്തെ തലവേദന ട്രിഗറാണ്. ഭയങ്കര ശക്തമായിട്ടുള്ള ട്രൈജമൽ ന്യൂറാൾജിയ അല്ല, പക്ഷേ അത് മൈഗ്രെയിൻ എന്നുള്ള രീതിക്ക് അത് എക്സ്പ്രസ് ആവാം. അത് കൂടാതെ ഇപ്പം ചില ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്നുള്ള രീതിക്ക് ചില CGMPകൾ റിലീസായി കഴിഞ്ഞാൽ ഇതുപോലത്തെ തലവേദന ട്രിഗർ ആകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ്. അത് കൂടാതെ പല കേസുകളിലും ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഹെഡേക്കിലേക്ക് നയിക്കുന്നതായിരിക്കും കാണുന്നത്. നമുക്കറിയാം ഗട്ട് ബ്രെയിൻ ആക്സിസിലെ കണക്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലേ? അതായത് വൈപ്പിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ മനസ്സിനെയും മൂഡ് സ്വിങ്സിനെയും നമ്മൾ ഹോർമോണിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു ബാധ്യത. അതുപോലെ തലവേദനയിലേക്കും നയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നോക്കി ശ്രദ്ധിച്ച് കഴിക്കുക. അതിനനുസരിച്ച് നമ്മുടെ മൂഡ് കഴിവെല്ലാം ആകാം. തലവേദന ഒരുപക്ഷെ അതുകൊണ്ട് ഇൻഫ്ലുവൻസ് ആകാം. പിന്നെ നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള അലർജി ഉണ്ടോ? ഓക്കെ, നമ്മൾ ശ്വസിക്കുന്നതിൽ എന്തെങ്കിലും അലർജി കാര്യങ്ങൾ, അല്ലെങ്കിൽ അലർജൻസ് നമ്മളിലേക്കുണ്ടോ, എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി കാര്യങ്ങളുണ്ടോ, ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻ കൂടുതലായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രംഗങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ റിയാക്ഷൻ നോർമലായിട്ടാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പോഴേ നോർമലായിട്ട് കാണിച്ചാൽ പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ എല്ലാം കാണിക്കുന്നുണ്ടോ എന്നുള്ളവരാരെങ്കിലും ഇത് നോക്കി നിശ്ചയം കഴിയാൻ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നതാണ്. പിന്നെ ഇത് വരാനുള്ള ഏറ്റവും പ്രധാന കാര്യം പലപ്പോഴും ഡീഹൈഡ്രേഷനാണ്. നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പോകുന്നത് നമ്മൾ അറിയുന്നില്ല. പല ആൾക്കാരും ഈ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് യൂറിൻ പാസ്സാകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം, പ്രാക്ടിക്കലായിട്ടുള്ള ഇഷ്യൂ കാരണം പല ആൾക്കാരും പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആകുന്നുണ്ട്. പക്ഷേ അത് ശരീരം നമ്മളിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് പക്ഷേ തലവേദനയായിട്ടായിരില്ല. നമ്മളപ്പോൾ അതിന് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വെള്ളം കുടിക്കുകയാണ്. വെള്ളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. ഹോമിയോപ്പതിയിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കി അതിനകത്ത് ആളുടെ സിംറ്റംസ് എന്താണോ എക്സ്പ്രസ് ആവുന്നത്
അത് ശരീരം നമുക്ക് വെളിയിലോട്ട് കാണിച്ചു തരുന്നത്, പറഞ്ഞു തരുന്ന സിംറ്റംസ് എന്താവും അതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനുള്ള മെഡിസിനാണ് നമ്മൾ തീർച്ചയായിട്ടും എടുത്തുള്ളൂ. മൈഗ്രെയിൻ എന്നാണോ പോസ് ആ ഒരു കാരണത്തെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ. പിന്നെ പല കേസുകളും ചില അവിടെ പൈറോയിഡിൻ്റെ പ്രശ്നം വരാം, അതിൽ HBയുടെ കുറവ് വരാതെ സ്ലീപ്പിൻ്റെ ഉറക്കത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ. പിന്നെ ഇതുപോലെ ട്രിഗർ പോയിന്റ് ചിലപ്പോൾ ഈ പനിയോ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറിയതിന് ശേഷം ചില ആൾക്കാർക്ക് ഇതുപോലെ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഇംപ്ലൂവായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ബ്ലഡ് വാല്യൂസൊക്കെ നോർമൽ ആയി വരാനുള്ള ഒരു ടൈം എടുക്കുമായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കി മെഡിസിൻ എടുത്ത് കഴിയുക തീർച്ചയായും ശാശ്വതമാർക്കും പരിഹാരം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കിയാൽ ഇപ്പോൾ നമ്മൾ ഇന്ന് മെഡിസിൻ എടുത്താൽ നാളത്തേക്ക് മാറണം എന്ന് നോക്കുന്നത്. ഓക്കെ, കാരണം ഇത് ഓവർ പീരീഡ് ഓഫ് ടൈം ശരീരം അഡോപ്റ്റ് ചെയ്ത് വന്നേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പെയിൻകില്ലർ എടുക്കുന്ന രീതിയിൽ ഒരു വിഷയം കുറവൊന്നുമില്ല. പക്ഷെ ഓവർ പീരീഡോ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതാണോ നമ്മൾ തീർച്ചയായിട്ടും 1-2 ആഴ്ച എടുക്കുമ്പോൾ തന്നെ നമുക്ക് കഴിയാത്ത മാറ്റം അതിൻ്റെ ഫ്രീക്വൻസി ചെയ്യുക, അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ തീർച്ചയായിട്ടും നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുക. എന്തെങ്കിലും ഔട്ടോ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ അനുഭവങ്ങളോ കാര്യങ്ങൾ നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഇത് നേരത്തെ വീഡിയോസിൻ്റെ കമൻറ്റ് മൊബൈലോ അതുപോലെ പേര് നിങ്ങൾക്ക് ഇതുപോലെ തലവേദന സിവിയറായിട്ട് വരാറുണ്ടോ, വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. എപ്പോഴാണ് ഈ ചില സ്റ്റാർട്ട് ചെയ്ത് എന്തെങ്കിലും പിക്കപ്പ് പോയിന്റ് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ വെച്ചു.